യഥാർത്ഥത്തിൽ കൃതജ്ഞത പറയേണ്ടത്, തുടങ്ങേണ്ടത് ഈ വേദിയിൽ നിന്നല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചിന്തയെയും മനസ്സിനെയും കാഴ്ചകളെയും ആനന്ദിപ്പിക്കുന്ന കുറേ ദൃശ്യങ്ങളിലൂടെ ആവിഷ്കരിച്ച ഒരു കൂട്ടരുണ്ട്. ഈ കാഴ്ചകൾ ഒരുക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്ത ഒരു കൂട്ടർ. കഴിഞ്ഞ ഒരു മാസമായി കഠിനമായ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ടവർ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പന്തലിൽ കാഴ്ചകൾ ഒരുക്കുകയായിരുന്നു. സത്യത്തിൽ ഈ കാഴ്ചകളുടെ ദൃശ്യോത്സവമായി മാറുന്നത് പിന്നിൽ പ്രവർത്തിച്ച അവരുടെ കഠിനാധ്വാനം കൂടി ചേരുമ്പോഴാണ്. അതിനാൽ ഞങ്ങൾ ഈ പരിപാടിയുടെ തലക്കെട്ടിൽ പറഞ്ഞിരുന്ന കാഴ്ചകളുടെ ദൃശ്യോത്സവം യഥാർത്ഥത്തിൽ ത്യാഗത്തിൻ്റെ വസന്തോത്സവമായി നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രിയപ്പെട്ട കലാകാരന്മാർ, 40-ഓളം കലാകാരന്മാർ, ശശിമേൽ മുറി കോട്ടയം, അപ്പുക്കുട്ടൻ, ഗോപാലൻ കോട്ടയം, ശശികുമാർ കോട്ടയം, ശ്രീജീവൻ, ജയ്മോഹൻ തുടങ്ങിയ 40-ഓളം കലാകാരന്മാർ. ഇവരുടെ പേരുകൾ പരാമർശിക്കുന്നില്ലെങ്കിൽ ഇനി 10 ദിവസത്തിന് ശേഷമാണ് അത് പറയേണ്ടി വരിക. പക്ഷെ അവരിവിടെ ഇപ്പോഴും എക്സിബിഷൻ്റെ അവസാന മിനുക്ക് പണിയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കൃതജ്ഞത അവരിൽ നിന്നാണ് തുടങ്ങുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ചുവടുവെപ്പായി മനുഷ്യബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും നല്ല ഒരു കാഴ്ചകളായി അടുത്ത 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഈ ദൃശ്യോത്സവം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന കെ സുധാകരൻ ഡൽഹിയിലേക്കുള്ള അടിയന്തര യാത്രയിൽ ആയതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വരും എന്ന് പറയുകയും ഈ സദസ്സിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഫോണിൽ വിളിച്ചിട്ട് ആശംസ അർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആഭിമുഖ്യത്തിന് ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, അവർ ഏറെ തിരക്കിനിടയിലാണ് ഇവിടെ വന്നത്. അവർ ഇവിടെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സംഘാടക സമിതിയുടെ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഈ സംഘാടക സമിതിയുടെ എല്ലാമായ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കലാകാരന്മാരോടൊപ്പം തന്നെ ആഴ്ചകളായി ഇവിടെ താമസിച്ചതിന് നേതൃത്വം നൽകുന്ന ടി മുഹമ്മദ് സാഹിബ് വേളം, അദ്ദേഹത്തിന് ഈ സാന്നിധ്യത്തിന് നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിൽ സ്വാഗതം പറഞ്ഞ നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ ടി കെ മുഹമ്മദ് അലി, പുസ്തകമേള ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പ്രമോദ് രാമൻ, അതുപോലെ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പവലിയൻ ഉദ്ഘാടനം ചെയ്യാനെത്തി ഇവിടെ വേദിയിൽ സാന്നിധ്യം അറിയിച്ച കണ്ണൂർ എയർപോർട്ട് അതോറിറ്റിയുടെ ഡയറക്ടർ അസം കുഞ്ഞി സാഹിബ്, മുഖ്യപ്രഭാഷണം നടത്തിയ VT അബ്ദുള്ള കോയത്തങ്ങൾ, എ റഹ്മത്തുന്നിസ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, PTP സാജിദ, തൗഫീഖ് മമ്പാട്, ഫൈസൽ പൈങ്ങോട്ടായി, എല്ലാവർക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി ഈ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയിലും അടുത്ത ദിവസങ്ങളിലുള്ള ഞങ്ങളുടെ പരിപാടി ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.